ജപ്പാൻകാരുടെ പ്രൊഫഷണലിസത്തെ സംശയിച്ച് ഞങ്ങൾക്കൊരു അടി കിട്ടി. എന്താ സംഭവം എന്നല്ലേ? അമിനോ ഹഷിഡാട്ടിയിൽ നിന്ന് ക്യോട്ടോയിലേക്ക് എടുത്ത ട്രെയിനാണിത്. ഇവിടുത്തെ എല്ലാ ട്രെയിനും പല പല തീംസിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജപ്പാനിൽ ഏത് ട്രെയിനും ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ അടുത്ത യാത്രയ്ക്ക് മുൻപ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടിട്ട് ക്ലീൻ ചെയ്ത് സീറ്റ്സ് ഒക്കെ ട്രെയിൻ പോകുന്ന ഡയറക്ഷനിലേക്ക് തിരിച്ചിടും. ഞങ്ങൾ ട്രെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്തതും മനസ്സിലാക്കി ഈ ട്രെയിൻ പുറകിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ജപ്പാൻകാർക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ സീറ്റൊക്കെ തിരിച്ചിട്ടു. പിന്നെ ആ ട്രെയിനൊക്കെ നടന്ന് കണ്ടു. ട്രെയിനിന്റെ ഇന്റീരിയർ കണ്ട് ഞങ്ങൾ അമേസ്ഡ് ആയി. മൊത്തത്തിൽ ഒരു വുഡൻ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല നല്ല ക്ലീൻ ടോയ്ലറ്റ്സ് ആൻഡ് ഹാൻഡ് വാഷ് ഏരിയ. പിന്നെ ഇന്റീരിയറിന് മാച്ച് ആകുന്ന വുഡൻ വിൻഡോ ഷെയ്ഡ്സ് വരെ കൊടുത്തിട്ടുള്ള അടിപൊളി സെറ്റപ്പ്. അപ്പോഴാണ് ട്രെയിൻ പിന്നെയും പുറകോട്ട് പോകുന്നത് നോട്ടീസ് ചെയ്തത്. പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ട്രെയിൻ രണ്ടാമത്തെ സ്റ്റേഷനിൽ ചെന്ന് റിവേഴ്സ് ചെയ്തു എന്ന്. അങ്ങനെ ജപ്പാൻകാർക്കല്ല തെറ്റിയത്, നമുക്കാണെന്ന് മനസ്സിലാക്കി ആരും കണ്ടില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തി സീറ്റ് പതുക്കെ തിരിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ജപ്പാൻകാരുടെ പ്രൊഫഷണലിസത്തെ സംശയിക്കാൻ പാടില്ല എന്നങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി. നമ്മുടെ വന്ദേ ഭാരതിന്റെ ഫെസിലിറ്റീസും ഇങ്ങനെ തന്നെയാണോ? യാത്ര ചെയ്തവർ കമന്റ് ചെയ്ത് അറിയിക്കുക.